ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 13-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഉടൻ തന്നെ വരാൻ പോകുന്ന LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫെയർ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ന്യൂ SCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയർ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങളും ടോപ്പിക് വൈസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫെയർ സ്വന്തമാക്കുക. ഓഫർ പ്രൈസോട് കൂടി റാങ്ക് ഫെയർ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എല്ലാ PSC എക്സാമുകളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് SCRT പാഠഭാഗങ്ങൾ. ഈ ഒരു SCRT പാഠഭാഗങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കുവാൻ ടാലന്റ് അക്കാദമിയുടെ SCRT അറിവിടം ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ സയൻസും അതേപോലെ സോഷ്യൽ സയൻസുമായിട്ടാണ് ഈ ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ സ്കൂൾ ടെക്സ്റ്റ് മാത്രമല്ല ടീച്ചേഴ്സ് ടെക്സ്റ്റും അതേപോലെ ലേണിംഗ് റൂമും ഇനി അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ സമഗ്രമായ രീതിയിൽ SCRT പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കുവാൻ ഉടൻ തന്നെ ഈ ഒരു SCRT അറിവിടം ബുക്കുകൾ സ്വന്തമാക്കുന്നതിനായി താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് അപ്പോയിന്റ്മെന്റ് ആണ്. 2025 നവംബറിൽ പുരോഗമന കലാ സാഹിത്യ സംഘം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓർത്തുവെക്കുക. വൈശാഖനാണ്, എഴുത്തുകാരനായിട്ടുള്ള വൈശാഖനാണ് ഈ ഒരു പൊസിഷനിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത്, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഏത് സംഘടനയുടെയാണ്? പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ്, പ്രസിഡന്റ് എന്ന പൊസിഷനിലേക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? അശോകൻ ചെരുവിലാണ് അല്ലെ. അശോകൻ ചെരുവിലാണ് ഈ ഒരു സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ആ ഒരു സ്ഥാനം വഹിക്കുന്നത്. ഇനി പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് വരാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഷാജി എൻ കരുൺ അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്നാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്നാണ് എന്താണ് ഈ ഒരു പൊസിഷനിലേക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരാണ് പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നത്? വൈശാഖനാണ്, എഴുത്തുകാരനായ വൈശാഖനാണ് ഈ ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വൈശാഖൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിട്ടും കിക്കിളിക്കുറിശി മംഗലം കുഞ്ചൻ സ്മാരക ചെയർമാനായിട്ടും പ്രവർത്തനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി മാത്രമല്ല നിലവിൽ അദ്ദേഹം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് വൈശാഖനാണ് എന്താണ് ഇപ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പും വൈശാഖൻ എന്താണ് ഈ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2025 നവംബറിലും ഈ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖനാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെയർമാനായി വീണ്ടും നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കാം. അശോക് ഭൂഷൺ ആണ്. ആരാണ്? അശോക് ഭൂഷൺ ആണ്. അപ്പോൾ അദ്ദേഹമാണ് ഓൾറെഡി ഈ ഒരു പൊസിഷനിൽ ഇരുന്നിരുന്നത്. എന്തിന്റെയാണെന്ന് ഓർത്തുവെക്കുക. നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെയാണ് ചെയർമാൻ പൊസിഷൻ വഹിച്ചിരുന്നത്. ആരാണ്? അശോക് ഭൂഷൺ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പൊസിഷനിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി 2026 ജൂലൈ വരെ ആക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി എന്താണ്? 2026 ജൂലൈ വരെ ആക്കിയിരിക്കുകയാണ്. ഇനി അശോക് ഭൂഷൺ അദ്ദേഹം എന്താണ്? സുപ്രീം കോടതി മുൻ ജഡ്ജി കൂടിയായിരുന്നു. ആരാണ്? അശോക് ഭൂഷൺ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി ഒരു അവാർഡാണ് നമ്മൾ നോക്കുന്നത്. 2025 മനോഹർ പരീക്കർ യുവ ശാസ്ത്രജ്ഞ പുരസ്കാരം അവാർഡിന് അർഹനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്തുവെക്കാം, സായി ഗൗതം ഗോപാലകൃഷ്ണനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. എന്ത് പുരസ്കാരമാണെന്ന് ഓർത്തുവെക്കുക. എന്താണ്? മനോഹർ പരീക്കർ യുവ ശാസ്ത്രജ്ഞ പുരസ്കാരമാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശാസ്ത്ര മേഖലയിലെ മികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുവാക്കൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. അപ്പോൾ ഈ ഒരു അവാർഡിന് 2025 അർഹനായിരിക്കുന്നത് ആരാണ്? സായി ഗൗതം ഗോപാലകൃഷ്ണനാണ്. ഇനി അദ്ദേഹം ബാംഗ്ലൂരിലെ IISc എന്താണ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക. എന്താണ്? ബാംഗ്ലൂർ IIScയിലെ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ്. ആരാണ്? സായി ഗൗതം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹമാണ് 2025 ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യം ഏതെന്നാണ്. അപ്പോൾ ഭൂട്ടാനാണ്. ഭൂട്ടാൻ അദ്ദേഹം അടുത്തിടെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ സന്ദർശനം നടത്തി വരികയാണ്. അപ്പോൾ ഏത് രാജ്യമാണെന്ന് ഓർത്ത് വെക്കുക. ഭൂട്ടാനിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ സന്ദർശനം നടത്തിയത്. അപ്പോൾ അദ്ദേഹം എപ്പോഴാണ്? 2025 നവംബറിലാണ് ഈ ഒരു സന്ദർശനം നടത്തിയതെന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു ഭൂട്ടാൻ സന്ദർശിക്കാനുണ്ടായ സാഹചര്യം കൂടി നമുക്ക് ഓർത്ത് വെക്കാം. ഭൂട്ടാനിന്റെ മുൻ രാജാവായിരുന്ന ജിഗ്മേ സിംഗെ വാങ്ചുക്കിന്റെ പിറന്നാൾ
ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്, 70ാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഭൂട്ടാനിൽ എത്തിയിട്ടുള്ളത്. ആരുടെയാണെന്ന് ഓർത്ത് വെക്കുക, ജിഗ്മെ. ആരുടെയാണ്? ജിഗ്മെ സിംഘെയുടെയാണ്. സിംഘെ വാങ്ചുക്കിന്റെ. അദ്ദേഹം ആരാണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എന്താണ്? ഭൂട്ടാനിന്റെ മുൻ രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ 70ാമത് ജന്മദിനമാണ് 2025 നവംബറിൽ. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നരേന്ദ്രമോദി അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിലവിലെ ഭൂട്ടാനിന്റെ രാജാവ് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ജിഗ്മെ ഖേസർ നിഗ്യാൽ വാങ്ചുക് ആണ് നിലവിലെ അവിടുത്തെ രാജാവ്, ഭൂട്ടാനിന്റെ രാജാവ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. മാത്രമല്ല ഈ ഒരു സന്ദർശന വേളയിൽ ഇന്ത്യയും ജപ്പാനും കൂടി സംയുക്തമായി വികസിപ്പിച്ച ജലവൈദ്യുത പദ്ധതിയുണ്ട്. ആ ഒരു ജലവൈദ്യുത പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. ഇനി ഏതാണ് ആ ജലവൈദ്യുത പദ്ധതി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. പുന, ഓർത്തു വെക്കുക, പുനാക് സാങ്ചു ആണ്. പുനാക് സാങ്ചു എന്നുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയാണ്. പുനാക് സാങ്ചു 2 എന്നുള്ള ജലവൈദ്യുത പദ്ധതിയും ഈ ഒരു സന്ദർശന വേളയിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിലവിലെ രാജാവും അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിയാണ് ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചത്. ഇനി ഭൂട്ടാനിന്റെ പ്രധാനമന്ത്രി ആരാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷെറിംഗ് ടോബ്ഗെ ആണ് ഭൂട്ടാനിന്റെ പ്രധാനമന്ത്രി. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട വസ്തുത ഇതാണ്. 2025 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച പോയിന്റ് ആണ്. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ ഫാർമക്കോളജി ലബോറട്ടറിക്കാണ് ഈ ഒരു ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. ഒരു സർട്ടിഫിക്കേഷൻ അല്ല ലഭിച്ചിട്ടുള്ളത്, ട്രിപ്പിൾ സർട്ടിഫിക്കേഷൻ ആണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ട്രിപ്പിൾ ISO സർട്ടിഫിക്കേഷൻ ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ മേഖലകളാണ് ഈ ഒരു ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചതെന്ന് കൂടി ഓർത്തു വെക്കുക. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം, ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്നീ മേഖലകളായിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്, ഏത് സ്ഥാപനത്തിനാണ്? ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെയാണ്. അപ്പോൾ അതിൽ തന്നെ ഫാർമക്കോളജി ലബോറട്ടറിക്കാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സർട്ടിഫിക്കേഷൻ, ISO സർട്ടിഫിക്കേഷൻ നൽകുന്ന സ്ഥാപനം ഏതാണെന്ന് നമുക്കറിയാമല്ലേ? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇനി ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മൂങ്ങമല ചിറകൻ ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, അതിന്റെ പേര് ഇതാണ്, പ്രോട്ടീഡ്രിസറസ് ആൽബോകാപിറ്റാറ്റസ് എന്നാണ് അതിന്റെ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് ഓർത്തു വെക്കുക, ഇതൊരു തുമ്പി ഇനമാണ്. മൂങ്ങമല ചിറകൻ എന്ന് പറയുന്നത് ഒരു തുമ്പി ഇനമാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എവിടെ നിന്നാണ് ഇതിനെ കണ്ടെത്തിയത്? കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ മലപ്പുറത്തുള്ള വനങ്ങളിൽ നിന്നുമാണ് കണ്ടെത്തിയത്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 134 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഈ ഒരു ഓർത്തു വെക്കുക, പ്രോട്ടീഡിസറസ് എന്നുള്ള ഈ ഒരു ജനസിൽപ്പെട്ടിട്ടുള്ള വർഗത്തെ കണ്ടെത്തുന്നത്. ഇതിനു മുമ്പ് കണ്ടെത്തിയത് 1891 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 1891 ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഈ ഒരു ജനസിൽപ്പെട്ടിട്ടുള്ള തുമ്പി ഇനത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് നമ്മൾ പറഞ്ഞു. പശ്ചിമഘട്ടത്തിൽ നിന്നാണ്, ഈ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വനങ്ങളിൽ നിന്നുമാണ് ഈ ഒരു ജീവിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. 2025 നടക്കാൻ പോകുന്ന മലബാർ നാവിക അഭ്യാസത്തിന്റെ വേദി എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഗുവാമിലാണ് ഈ ഒരു നാവിക അഭ്യാസം നടക്കുന്നത്. എന്താണെന്ന് ഓർത്തു വെക്കുക, മലബാർ നാവിക അഭ്യാസം 2025 ആണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗുവാമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി ഒരു അഭ്യാസത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കുക. 4 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യ, US, ഓസ്ട്രേലിയ, അതേപോലെ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ രാജ്യങ്ങൾ ക്വാഡ് മെമ്പേഴ്സ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ക്വാഡ് എന്നുള്ള സംഘടന നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വാഡിലെ അംഗരാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു നാവിക അഭ്യാസമാണ് മലബാർ നാവിക അഭ്യാസം 2025 നടക്കുന്നത്. എവിടെയാണ് ഇതിന്റെ വേദി എന്ന് നമ്മൾ പറഞ്ഞു, ഗുവാമിലാണ് വേദിയായിട്ട് വരുന്നത്. ഇനി ക്വാഡിന്റെ പൂർണ്ണ രൂപം നമുക്കറിയാം, ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നുള്ളതാണ് ക്വാഡിന്റെ പൂർണ്ണരൂപം. അപ്പോൾ ഈ ക്വാഡ് അംഗങ്ങൾ ചേർന്നിട്ടുള്ള മലബാർ നാവിക അഭ്യാസം 2025 വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ഗുവാമാണ്. ഇനി മറ്റൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. 2026 T20 ലോകകപ്പിന്റെ വേദി എവിടെയെന്നാണ്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയുമാണ് ഈ ഒരു മത്സരത്തിന്റെ വേദിയായി വരുന്നത്. 2026 നടക്കുന്ന T20 ലോകകപ്പിന്റെ വേദിയാണ്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയുമാണ് വേദിയായിട്ട് വരുന്നത്. നമുക്കറിയാമല്ലേ, പാകിസ്ഥാനുമായിട്ടുള്ള മത്സരങ്ങൾ എന്തായാലും ശ്രീലങ്കയിൽ വെച്ചായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെയായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് തുടക്കം ഉദ്ഘാടന മത്സരത്തിന്റെ വേദി എവിടെയായിരിക്കും നോക്കാം, ഫൈനലിന്റെ മത്സരത്തിന്റെ വേദി എവിടെയൊക്കെയാണെന്ന് നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ വേദിയാവുന്ന രാജ്യങ്ങൾ എന്തായാലും ഓർത്തു വെക്കുക. 2026 T20 ലോകകപ്പിന്റെ വേദിയാവുന്ന രാജ്യങ്ങൾ ഇന്ത്യയും അതേപോലെ ശ്രീലങ്കയുമാണ്.
അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യക്ക് വീണ്ടും ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ ലഭിച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ 91ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, രാഹുൽ VS ആണ്. ആരാണ്? രാഹുൽ VS ആണ് ഇന്ത്യയുടെ 91ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഏത് മത്സരത്തിലൂടെയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത്, അതായത് 91ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയി മാറിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അടുത്തിടെ ഫിലിപ്പീൻസിൽ നടന്ന 6ാമത് ആസിയാൻ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് 2025 വിജയിച്ചതിലൂടെയാണ് എന്താണ് രാഹുൽ VS ഈ ഒരു നേട്ടം കൈവരിച്ചത്, ഇന്ത്യയുടെ 91ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ആദ്യമായി ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കുള്ള, അതായത് ഏബിൾഡ് ബോഡീസ് അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലെത്തുന്ന പാരാ അത്ലറ്റ് ആരെന്നാണ്. ഓർത്തു വെക്കുക, ശീതൽ ദേവിയാണ്. ആരാണ്? ശീതൽ ദേവിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണെന്ന് പ്രത്യേകം നോക്കുക. ഏത് വിഭാഗത്തിലാണ്? ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കുള്ള ഒരു വിഭാഗമാണ്. അതായത് അതിൽ വരുന്നത് ഏബിൾഡ് ബോഡീസ് ആണ്. എന്താണ്? ഏബിൾഡ് ബോഡീസ് ആണ്. അപ്പോൾ ഈ വിഭാഗത്തിൽ വരുന്ന അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഏത് പാരാ അത്ലറ്റ് ആണെന്ന് ഓർത്തു വെക്കുക, ശീതൽ ദേവിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് പാരാ അത്ലറ്റ് ആണ് എന്താണ് ശീതൽ ദേവി എന്ന് പറഞ്ഞത്. അതായത് ജന്മനാ കൈകൾ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ആരാണ്? ശീതൽ ദേവി. അപ്പോൾ ശീതൽ ദേവിയുടെ നിരവധി നേട്ടങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു അമ്പെയ്ത്ത് താരമാണ്. ആരാണ്? ശീതൽ ദേവി. അപ്പോൾ അമ്പെയ്ത്ത് താരമായിട്ടുള്ള ഒരു പാരാ അത്ലറ്റ് ആയിട്ടുള്ള ശീതൽ ദേവി എന്താണ് ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കുള്ള, അതായത് ഏബിൾഡ് ബോഡീസ് ഉള്ള, സാധാരണ ജനറൽ വിഭാഗത്തിൽ വരുന്നവർ മത്സരിക്കുന്ന ഈ ഒരു ഏബിൾഡ് ബോഡീസ് മത്സരിക്കുന്ന വിഭാഗത്തിലേക്ക് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നേട്ടം എന്താണ് വളരെ വലിയൊരു കാര്യമാണ്. കൈകളില്ലാത്ത ശീതൽ ദേവി, പാരാ അത്ലറ്റ് ആയിട്ടുള്ള ശീതൽ ദേവി എന്നാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഇനി 2024 പാരാലിമ്പിക്സിൽ എന്താണ് മെഡൽ നേടിയിരുന്നു. വെങ്കല മെഡലാണ് ശീതൽ ദേവി നേടിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ 2023 ഏഷ്യൻ പാരാ ഗെയിംസിൽ എന്താണ് 2 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 3 മെഡലുകൾ ശീതൽ ദേവി നേടിയിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കുക, ഈ ഒരു ഏബിൾഡ് ബോഡീസ് അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലെത്തുന്ന ആദ്യത്തെ പാരാ അത്ലറ്റ് ആരാണ്? ശീതൽ ദേവിയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ്, അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച തായ്ലൻഡ് ബാഡ്മിന്റൺ താരം ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, തായ് സൂ യിങ് ആണ്. ആരാണ്? തായ് സൂ യിങ് ആണ് എന്താണ് ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് രാജ്യക്കാരിയാണെന്ന് ഓർത്തു വെക്കുക, തായ്ലൻഡ് ആണ്. ഏതാണ് ഇനം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, കായിക ഇനം ഏതാണ്? ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ താരമാണ്. ആരാണ്? തായ് സൂ എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി തായ് സൂ 2020 എന്താണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2021 BWF ലോക ചാമ്പ്യൻഷിപ്പിലും വനിതാ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ മറ്റൊരു പ്രത്യേകത കൂടി കൈവരിച്ചു. തായ്ലാൻഡിൽ നിന്നും ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ എന്താണ് മെഡൽ നേടുന്ന ആദ്യ വനിതയായിട്ട് മാറി തായ് സൂ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. എന്താണ് ഒളിമ്പിക്സിൽ എന്താണ് തായ്ലാൻഡിൽ നിന്നും ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയാരാണ്? അതും തായ് സൂ ആണ്. അപ്പോൾ 2025 നവംബറിലാണ് ഈ ഒരു താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ സ്വന്തമാക്കാവുന്നതാണ്. ഇനി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കണമെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അതിൽ ആദ്യം നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2025 നവംബറിൽ പുരോഗമന കലാസാഹിത്യ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട്, ഈ ഒരു സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വൈശാഖനാണ്. ഇനി വൈസ് പ്രസിഡന്റ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു, അശോകൻ ചെരുവിലാണ് ഈ ഒരു സംഘടനയുടെ വൈസ് പ്രസിഡന്റ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെയർമാനായി വീണ്ടും നിയമിതനായത് ആരെന്നാണ്. ഓർത്തു വെക്കുക, അശോക് ഭൂഷണാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താണ് നേരത്തെയും ഈ ഒരു പൊസിഷൻ വഹിച്ചിട്ടുണ്ട്. ഇനി 2026 ജൂലൈ വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു പുരസ്കാരമായിരുന്നു, അവാർഡായിരുന്നു. 2025 മനോഹർ പരീക്കർ യുവ ശാസ്ത്രജ്ഞ അവാർഡിന് അർഹനായത് ആരാണ്? സായി ഗൗതം ഗോപാലകൃഷ്ണനാണ്. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാജ്യം സന്ദർശിക്കുകയുണ്ടായി. ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക, ഭൂട്ടാനാണ് അദ്ദേഹം സന്ദർശിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഭൂട്ടാൻ സന്ദർശിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ജിഗ്മേ സിംഗ്യയുടെ ഭൂട്ടാന്റെ മുൻ രാജാവായിരുന്ന ജിഗ്മേ സിംഗ്യ വാങ്ചുക്കിന്റെ 70ാമത് ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രധാനമായിട്ടും സന്ദർശനം നടത്തിയത്. മാത്രമല്ല അവിടെ ഒരു ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആയിരുന്നു. ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ ഫാർമക്കോളജി ലബോറട്ടറിക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചു
എന്നുള്ള കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് എന്താണ്, ഒരു കണ്ടുപിടുത്തമായിരുന്നു. അടുത്തിടെ കേരളത്തിലെ പശ്ചിമഘട്ടം അതായത് മലപ്പുറം ജില്ലയിൽ നിന്നും കണ്ടെത്തിയ മൂങ്ങാവല ചിറകൻ ആരെന്നാണ്. അപ്പോൾ ഈ ഒരു ജീവിയുടെ പേര് ഓർത്തു വെക്കുക. പ്രോട്ടീഡ്രിസറസ് ആൽബോകാപിറ്റാറ്റസ് എന്നുള്ള ജീവിയെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ്, മലപ്പുറം ജില്ലയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. മാത്രമല്ല കുറേ അധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ജനസിൽപ്പെട്ടിട്ടുള്ള വർഗ്ഗത്തെ കണ്ടെത്തിയത്. ഇതിനു മുമ്പ് കണ്ടെത്തിയത് എപ്പോഴായിരുന്നു? 1891 അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. മലബാർ നാവിക അഭ്യാസം 2025 വേദി എവിടെയാണ്? ഗുവാമാണ് വേദിയായിട്ട് വരുന്നത്. ക്വാഡ് അംഗരാജ്യങ്ങളാണ് ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. അമേരിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് മറ്റൊരു വേദിയായിരുന്നു. 2026 T20 ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയും ശ്രീലങ്കയുമാണ് ഈ ഒരു മത്സരത്തിന് വേദിയാവുന്ന രാജ്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ 91ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ്. ഓർത്തു വെക്കുക, രാഹുൽ VS ആണ് ഇന്ത്യയുടെ 91ാമത് ഗ്രാൻഡ് മാസ്റ്റർ. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ആദ്യമായി ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കുള്ള, അതായത് ഏബിൾഡ് ബോഡീസ് അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിലെത്തുന്ന പാരാ അത്ലറ്റ് ആരെന്നാണ്. ശീതൽ ദേവിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച തായ്ലൻഡ് ബാഡ്മിന്റൺ താരം ആരെന്നാണ്. തായ് സോ യിങ് ആണ് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച തായ്ലൻഡ് താരം. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 ബുക്കർ പ്രൈസ് നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ സൂസൻ ചോയ്, ഓപ്ഷൻ ബി ഡേവിഡ് സാലൈ, ഓപ്ഷൻ സി സാമന്ത ഹാർവേ, ഓപ്ഷൻ ഡി കിരൺ ദേശായി. അടുത്ത ചോദ്യം ഇതാണ്: സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരെന്നാണ്. ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി കോഴിക്കോട്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2025 നവംബറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. കെ ജയകുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: 56ാമത് IFFIയുടെ ഉദ്ഘാടന ചിത്രം ഏതെന്നാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. ദി ബ്ലൂ ട്രെയിൻ എന്നുള്ള ചിത്രമാണ് 56ാമത് IFFIയുടെ ഉദ്ഘാടന ചിത്രം. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? ഗോവയിൽ വെച്ചാണ് ഈ ഒരു ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടക്കുന്നത്. ഇനി ഒരു ചിത്രത്തിന്റെ സംവിധാനമാരാണ് ഗാബ്രിയൽ മാസ്കാരയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.